ഹലോ എല്ലാവർക്കും എന്നോട് വിശേഷം സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ വിഷുക്കണി വിഷുസദ്യ എല്ലാവരും കണ്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്, നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലടിക്കുക, എന്നിട്ട് ഓൾ എന്നുള്ള ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോയുടെ അപ്ഡേറ്റ്സ് എപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോഴും എൻ്റെ ചാനൽ ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ അപ്ഡേറ്റ്സൊക്കെ എപ്പോഴും കിട്ടാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. പിന്നെ ഞങ്ങളുടെ ഹിന്ദു സമാജത്തിൻ്റെ വിഷു സെലിബ്രേഷൻ 17th, അതായത് ഇന്നലെ സൺഡേ ആയിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. നമ്മുടെ സാധാരണ നമ്മുടെ പരിപാടി നടക്കുന്നത് എന്നും സൗത്ത് ബോൺ വില്ലേജ് ഹാളിലാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. നല്ല ഭംഗിയാണ് ആ ഏരിയാസൊക്കെ കേട്ടോ. അപ്പം ഇതായിരുന്നു ഞങ്ങൾ വെച്ച വിഷുക്കണി. നമ്മുടെ ഉള്ള സാധനങ്ങൾ കൊണ്ട് ആർഭാടമായിട്ട് വിഷുക്കണി വെച്ചു. പിന്നെ നമ്മുടെ കുട്ടികളെയൊക്കെ കൃഷ്ണനും രാധയൊക്കെമാരൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരുക്കി നിർത്തി. എന്നിട്ട് എല്ലാവരും കണി കണ്ടു. നല്ല ഭംഗിയായിരുന്നു. കുട്ടികളൊക്കെ വലുതായി വരുന്നത് കൊണ്ട് കുറച്ച് നാളായിട്ട് പതിവായി കൃഷ്ണനായിരുന്നവരൊക്കെ അവരുടെയൊക്കെ സ്ഥാനം മാറി. പിന്നെ അടുത്ത ജനറേഷൻ ഏറ്റെടുത്തു. അങ്ങനെ പിള്ളേരും നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ വെതർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല കാലാവസ്ഥയായിരുന്നു. പിന്നെ 19-20 ഡിഗ്രിയൊക്കെ ആയിരുന്നു. അത് കാരണം നമുക്ക് കുഴപ്പമില്ലായിരുന്നു. അപ്പം ഈ പോർട്സ്മൗത്തിലേക്കൊക്കെ വരാൻ ആഗ്രഹം ഉള്ളവർക്ക്, ഹിന്ദുക്കളായവർക്ക് നമുക്കിവിടെ സമാജവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെ പിടിച്ചേ? ഓടിപ്പോവില്ല നിങ്ങളെല്ലാം? ഒന്ന് ഗൈഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇവരെല്ലാം ഓടിപ്പോവും. നമ്മുടെ വിഷു പരിപാടി ആരംഭിക്കാൻ പോവുകയാണ്. ആദ്യമായി കണികാണലാണ്. പിന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും നമ്മളെ അവിടെ ഉണ്ടായിരുന്ന അച്ഛനമ്മമാർ വിഷു കഴിഞ്ഞു. ഉറങ്ങുമ്പോഴും പിന്നെയുണരുമ്പോഴും ഉൾക്കണ്ണിൽ നിറയുന്നു നിന്റെ രൂപം. നൽകുവാനവിൽ കിഴിയില്ലെങ്കിലും കൃഷ്ണ നിസ്വനാമിവനെയും അനുഗ്രഹിക്കൂ. ഉറങ്ങുമ്പോഴും പിന്നെയുണരുമ്പോഴും ഉൾക്കണ്ണിൽ നിറയുന്നു നിന്റെ രൂപം. നൽകുവാനവിൽ കിഴിയില്ലെങ്കിലും കൃഷ്ണ നിസ്വനാമിവനെയും അനുഗ്രഹിക്കൂ. ധ്യാനമായി കൃതയുഗം, യജ്ഞമായി ത്രേതായുഗം. ധ്യാനമായി കൃതയുഗം, യജ്ഞമായി ത്രേതായുഗം.
അർച്ചനയായി ദ്വാപരയുഗത്തിങ്കലും ജന്മങ്ങളെത്ര ഞാൻ കാത്തിരുന്നിവിടെ കർമ്മം മറന്നൊരു പ്രാർത്ഥനെ പോ ഒരു വർഷത്തെ ഫലം കൂടിയാണ് കാണിക്കുന്നത്. ആ കൈനീട്ടം കിട്ടിയതിൻ്റെ ഫലം കൂടിയാണ് ആ ഒരു വർഷം എങ്ങനെ ഇരിക്കും എന്നുള്ളത്. പലരും പറയും ദരിദ്രവാസിയുടെ കയ്യിൽ നിന്നാണ് കൈനീട്ടം വായിച്ചത്, അതിൻ്റെ ഫലം കാണാനുണ്ട്. അതുപോലെ ചിലപ്പോൾ എന്നെയും കുറ്റപ്പെടുത്തുമായിരിക്കും. ഞാനൊരു അതിൽപ്പെട്ട ആദ്യം സംഘാടകരോട് പറഞ്ഞതാണ്, എന്നെ വിളിക്കരുത്, ഞാനൊരു ദരിദ്രവാസിയാണെന്ന് പറഞ്ഞു. പിന്നെ മറ്റൊന്ന്, ഞാനൊരു അരനാസ്തികൻ കൂടിയാണ്. ഇതിൻ്റെ ചരിത്രപരമായ കാര്യങ്ങളൊന്നും പറയാൻ എനിക്ക് കഴിയില്ല. എങ്കിലും ദക്ഷിണേന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ വിഷു, അതുപോലെ ദീപാവലി ഒക്കെ ആഘോഷിക്കുന്നത്. വടക്കേ ഇന്ത്യയിൽ ദസറ അല്ലെങ്കിൽ പിന്നെ ഹോളി ഇത്തരം ആഘോഷങ്ങൾ വടക്കേ ഇന്ത്യയിലും കാണും. ദക്ഷിണേന്ത്യയിലാണ് ഏറ്റവും Manja Gujarati, Kanaka
wanna sleep in, cause I got something to prove. I gotta take what I hate and finally make a move. I think of you and all the shit you don't do. Well, I'ma make hella sure that I don't become you. I have no regrets, yeah, I'll tie up my chest. I'll never forget what it's like to be in debt. Been stabbed in the back bed, I'll show you what happens. Pass me the mic and I'll show you with action. I feel this pain, you already know. Turn that to gains, let my money show. I've got these things that I can't let go. Watch me turn this life into something that you can never own. I feel this pain, you already know. Turn that to gains, let my money show. I've got these things that I can't let go. Watch me turn this life into something that you can never own. So fight and die for the things you know you love. Do what you think is right and see life do what you want. So fight and die for the things you know you love. Do what you think is right and see life do what you want. So give me all the scars, I'm a human being. Cover them with tattoos so you can't. പിന്നെ ഞങ്ങളുടെ സമയത്ത് നല്ലൊരു പാട്ടുകാരിയും ആങ്കറും ഒരു ടീച്ചറുമായ സർവകല വല്ലഭയാണ്. പക്ഷേ മ്യൂസിക് കേൾപ്പിക്കാൻ നിർവാഹമില്ല, കാരണം കോപ്പിറൈറ്റ് കിട്ടും. നമ്മുടെ രമ്യ രമേശ് പാടിയ പാട്ടാണ് വെള്ളിക്കിണ്ണം എന്നുള്ള ആ പാട്ട്. കാളിന്തി ഒഴുകുന്ന തീരത്തു നിന്നൊരു വേണുഗാനം കേട്ടുണർന്നവൻ ഞാൻ. കാളിന്തി ഒഴുകുന്ന തീരത്തു നിന്നൊരു വേണുഗാനം കേട്ടുണർന്നവൻ ഞാൻ. കീർത്തനം ചെയ്യുവാനീ കലിയങ്കൽ ഈണമായി കണ്ണാ നീ വരുമോ? ഈണമായി കണ്ണാ നീ വരുമോ? ഉറങ്ങുമ്പോഴും പിന്നെ ഉണരുമ്പോഴും ഉൾക്കണ്ണിൽ നിറയുന്നു നിന്റെ രൂപം. നൽകുവാനവിൽ കിഴിയില്ലെങ്കിലും കൃഷ്ണ നിസ്വനാമിവനെയും അനുഗ്രഹിക്കൂ. ഉറങ്ങുമ്പോഴും പിന്നെ ഉണരുമ്പോഴും ഉൾക്കണ്ണിൽ നിറയുന്നു നിന്റെ രൂപം. നൽകുവാനവിൽ കിഴിയില്ലെങ്കിലും കൃഷ്ണ നിസ്വനാമിവനെയും. എങ്ങനെയുണ്ടായിരുന്നു ഡാൻസ്? ഈ പാട്ടൊന്നും കേൾപ്പിക്കാൻ മേലാത്തതുകൊണ്ടാണ്. കുഞ്ഞു കുട്ടിയാണ്, അപ്പം മൊബൈലിൽ കണ്ട് തന്നെ പഠിച്ച് കളിച്ചാണ്. നല്ല ക്യൂട്ടല്ലായിരുന്നു. അനുഗ്രഹിക്കൂ.
കുറിക്കൂട്ടില്ലെങ്കിലും കൃഷ്ണ കുബ്ജയാമിവളെയും അനുഗ്രഹിക്കൂ. ഉറങ്ങുമ്പോഴും പിന്നെ ഉണരുമ്പോഴും ഉൾക്കണ്ണിൽ നിറയുന്നു നിന്റെ രൂപം. നൽകുവാൻ കുറിക്കൂട്ടില്ലെങ്കിലും കൃഷ്ണ കുബ്ജയാമിവളെയും അനുഗ്രഹിക്കൂ. ധ്യാനമായി കൃതയുഗം യജ്ഞമായി ത്രേതായുഗം. ധ്യാനമായി കൃതയുഗം യജ്ഞമായി ത്രേതായുഗം. അർച്ചനയായി കുട്ടി കലാകാരന്മാരും കലാകാരികളും എത്ര നന്നായിട്ട് ഡാൻസ് കളിച്ചാൽ ഉറങ്ങുമ്പോഴും പിന്നെ ഉണരുമ്പോഴും ഉൾക്കണ്ണിൽ നിറയുന്നു നിന്റെ രൂപം. നൽകുവാൻ കുറിക്കൂട്ടില്ലെങ്കിലും കൃഷ്ണ കുബ്ജയാമിവളെയും അനുഗ്രഹിക്കൂ. ഉറങ്ങുമ്പോഴും പിന്നെ ഉണരുമ്പോഴും ഉൾക്കണ്ണിൽ നിറയുന്നു നിന്റെ രൂപം. നൽകുവാൻ കുറിക്കൂട്ടില്ലെങ്കിലും കൃഷ്ണ കുബ്ജയാമിവളെയും അനുഗ്രഹിക്കൂ. കണ്ണിനും മനസ്സിനും ആനന്ദം പകരുന്ന നൃത്യങ്ങളായിരുന്നു അരങ്ങേറിക്കൊണ്ടിരുന്നത്. കൂട്ടില്ലെങ്കിലും കൃഷ്ണ കുബ്ജയാമിവളെയും അനുഗ്രഹിക്കൂ. ഉറങ്ങുമ്പോഴും പിന്നെ ഉണരുമ്പോഴും ഉൾക്കണ്ണിൽ നിറയുന്നു നിന്റെ രൂപം. നൽകുവാൻ കുറിക്കൂട്ടില്ലെങ്കിലും കൃഷ്ണ കുബ്ജയാമിവളെയും
രാധയെ പോ ഈ ഡാൻസ് നിങ്ങളെ എനിക്ക് ഓടിച്ച് കാണിക്കാൻ, അതായത് സ്പീഡ് കൂട്ടി കാണിക്കാൻ മനസ്സ് വരുന്നില്ലാത്തത് കൊണ്ടാണ് ഈ ഫുൾ ലെന്ത് വീഡിയോ ഞാൻ കാണിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി കോപ്പിറൈറ്റ് കിട്ടുന്നത് കൊണ്ട് എനിക്ക് പാട്ട് കാണിക്കാൻ നിർവാഹമില്ല. പക്ഷെ ഞാൻ ഒത്തിരി എൻജോയ് ചെയ്ത്, എന്താ പറയുക, എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഞാൻ എൻ്റെ നഴ്സിംഗ് പഠിച്ച ആ കാലഘട്ടത്തിലേക്കൊക്കെ ഒന്ന് പോയി. കാരണം ഈ ഇവർ കളിക്കുന്ന ഡാൻസ് ഈ സിനിമയിലാണെന്നറിയോ, കബി ഖുഷി കബിഗം എന്നുള്ള സിനിമയിലാണ്. ഞാൻ 3rd ഇയറിൽ നഴ്സിങ്ങിന് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു ഈ സിനിമ റിലീസ് ചെയ്തത്. അപ്പം ഞാൻ ബാംഗ്ലൂരായിരുന്നു. അപ്പം ഞങ്ങൾ ഫ്രണ്ട്സ് ഞങ്ങളെല്ലാവരും കൂടി സിനിമയ്ക്ക് പോയി കണ്ട ഒരു ഫിലിമായിരുന്നു. എനിക്കത് ഒരു ഫാമിലി മൂവിയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള, മനസ്സ് നിറഞ്ഞ ഒരു സിനിമയായിരുന്നു. അതുപോലെ തന്നെ ഇവർ നന്നായിട്ട് ഡാൻസ് കളിച്ചു. ഇത്രയും ക്യൂട്ടായിട്ട്, എന്താ പറയുക, കുട്ടികളൊക്കെ ഡാൻസ് കളിച്ചപ്പം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. അതുമാത്രമല്ല, ഈ വരുന്ന ആൾ കണ്ടോ, മൈ ഗോഡ്, ഇവൻ ആ ഹോള് ഇളക്കി മറിച്ചു. എല്ലാവരും ഇത്രയും, ഐ ആം റിയലി പ്രൗഡ് ഓഫ് ഹിം. എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്താ പറയുക, ഇത്രയും നന്നായിട്ട് അവനെ ലുക്ക് ആഫ്റ്റർ ചെയ്ത് ഇത്രയും നന്നായിട്ട് അവനെ ഡാൻസ് കളിപ്പിക്കാൻ നമ്മുടെ ഒരു കൾച്ചറിലേക്ക്, അവരൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി നാട്ടിൽ നിന്ന് വന്നുകൊണ്ടായിരിക്കും, അവരൊക്കെ നല്ല, എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവന് അപ്രീസിയേഷൻ, ഡാൻസ് കഴിഞ്ഞതിന് ശേഷം അപ്രീസിയേഷൻ കൊണ്ട് തന്നെ അവൻ മടുത്തു പോയെന്ന് തോന്നുന്നു. നമ്മൾ സിനിമയുടെ പാട്ട് ഏതാണെന്നറിയോ, ബോല് ചൂടിയാ ബോല് കങ്കണ, ആ പാട്ടാട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടം. എനിക്ക് പാട്ട് പാടാനും അറിയില്ല, ഡാൻസ് കളിക്കാനും അറിയില്ല, ഒരു പെൺകുഞ്ഞും ഇല്ലല്ലോ എന്നുള്ള ഭയങ്കര വിഷമമായിരുന്നു എനിക്ക് ഡാൻസ് കളിക്കുമ്പോൾ. കാരണം നമ്മുടെ ആങ്കൊച്ചാണ് ഈ തകർത്ത് ഡാൻസ് കളിക്കുന്നത് കേട്ടോ. അപ്പം എന്നാലും ആങ്കൊച്ചാണെങ്കിലും എൻ്റെ മോൻ ഡാൻസ് ഒന്നും കളിക്കത്തില്ല. അപ്പം നമുക്ക് എന്താ പറയുക, എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഡാൻസായിരുന്നു ഇത്. ഞങ്ങളെല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തു. ഇനിയും ഈ കുട്ടികൾക്ക് ഇതുപോലെ ധാരാളം അവസരങ്ങൾ ഉണ്ടാവട്ടെ. അപ്പം അവർക്ക് നന്നായിട്ട് ഡാൻസ് കളിക്കാൻ പറ്റട്ടെ. ഈശ്വരൻ അതിന് എല്ലാ ആയുസ്സും ആരോഗ്യവും നല്ല ബുദ്ധിയും ശക്തിയും എല്ലാം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഞങ്ങളുടെ കുഞ്ഞ് ലിറ്റിൽ സ്റ്റാർസിന് നിങ്ങളുടെയും എന്താ പ്രോത്സാഹനം ആവശ്യമാണ് കേട്ടോ. അപ്പം നിങ്ങൾ കാണുക. എൻ്റെ കൊള്ളത്തില്ലാത്ത സ്വരം കൊണ്ട് ഞാനൊന്ന് പാടി നോക്കട്ടെ എങ്ങനെ വരുമെന്ന്. കൊള്ളത്തില്ലെങ്കിൽ ഞാനിപ്പം തന്നെ ഡിലീറ്റ് ചെയ്യുവേ. बोले चूड़िया बोले कंगना हाय मैं हो गई मेरे साजना हे सोनिए. എനിക്കറിയാം ഇതൊരു കടന്ന കൈയാണ്, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എക്സ്പെഷ്യലി എനിക്ക് മോഹൻലാലിൻ്റെ ഫിലിം സോങ്സ്, അതുപോലെ ഹിന്ദിയിലത്തെ മൂവി സോങ്സൊക്കെ, എനിക്ക് പണ്ടത്തെ കാലത്തെ മ്യൂസിക്കൊക്കെ എനിക്ക് ഇഷ്ടമുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞത് എന്താ പറയുക, ഇവിടെ വന്നേ പിന്നെ അങ്ങനെ നമ്മളാ മൂവിയിലത്തെ ആൾക്കാരും മാറി, ആ കഥകളും മാറി, അങ്ങനെ വരുമ്പം അത്രയൊരു ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷേ ഈ ഇവരുടെ ഡാൻസ് കാണുമ്പോൾ നമ്മൾ ഏത് പാട്ട് പാടാൻ അറിയാൻ മേലാത്തവരാണേലും പാടിപ്പോവും. അപ്പം എൻ്റെ സ്വരം നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എനിക്ക് പാട്ടിട്ട് തരാൻ പറ്റാത്തതിലുള്ള വിഷമം ഞാൻ പിന്നെയും അറിയിക്കുന്നു. അപ്പം നിങ്ങൾ ബാക്കി കാണുക. പിന്നെ വരുന്ന ക്യൂട്ട്, എൻ്റെ മൈ ഗോഡ്, അതൊരു അടുത്ത ഒരു താരമാണ്. പുള്ളിക്കാരത്തേക്ക് അവിടെ ഇരുന്നിട്ട് ഇരിപ്പുറപ്പിച്ചില്ല എന്ന് തോന്നുന്നു. അതൊന്നതേ കറങ്ങി വരുന്ന വരവൊക്കെ കണ്ടു, നല്ല സൂപ്പർ ഡാൻസ്. എനിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിന് ഓർമ്മ വരുന്നത് കാജലും കരീന കപൂറും ഋതിക് റോഷൻ ഷാരൂഖ് ഖാനൊക്കെ കണ്ടെന്ന് കളിച്ചു. മൈ ഗോഡ്, എന്താ സിനിമയല്ലേ, നല്ല സൂപ്പർ സിനിമ. പിന്നെ എൻ്റെ ഫേവററ്റ് കളറാണ് റെഡ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആ സിനിമയിൽ എത്രത്തോളം ഇഷ്ടമാണെന്ന് എനിക്ക് നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ പോലും പറ്റില്ല. അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള ഒരു മ്യൂസിക്കായിരുന്നു അത്. നൽക്കായാഗ്നിക്കാണോ പഴയനൊക്കെ ഉദിത് നാരായണൊക്കെയാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഇനി എത്ര പവർഫുള്ളായ ഒരു മ്യൂസിക്കാണ്, അതിനേക്കാളും പവർഫുള്ളായ ഒരു ഡാൻസ് കളിച്ചു. ഈ കുട്ടികൾക്ക് എന്താ പറയുക, എത്ര പറഞ്ഞാൽ തീരാത്ത അത്രയ്ക്കും പ്രോത്സാഹനം അർഹിക്കുന്നുണ്ട്.
കിടുക്കി തകർത്തു തിമിർത്തു. ഇത്രയും മനോഹരമായ ഡാൻസിന് താങ്ക് യു വെരി മച്ച്. അപ്പം ദേ നമ്മുടെ ഉച്ച നേരമായി. അപ്പോൾ എല്ലാവരും ദേ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി ആയിട്ടുള്ള വിഷു സദ്യ എല്ലാവരും കഴിച്ചു. വിഷു സദ്യ കഴിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാലോ ഒരു ഭയങ്കര ഒരു ക്ഷീണം കാര്യങ്ങളൊക്കെ. സദ്യ അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാമ്പാർ, അവിയൽ, അച്ചാർ, പപ്പടം, തോരൻ, എന്താ പറയുക, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു. കുട്ടികൾ ഇങ്ങനെ അതിലൊക്കെയും കളിച്ച് ഓടി നടന്ന് വീണ് അങ്ങനെയൊക്കെ ഒഴിവാക്കാൻ ഏറ്റവും പറ്റിയൊരു കാര്യം മ്യൂസിക്കാണ്. മ്യൂസിക് ഭയങ്കര പവർഫുള്ളാണ് കേട്ടോ. അപ്പം മ്യൂസിക് ഇട്ട് കൊടുത്താൽ എല്ലാവരും കൂടെ കൂടി സ്റ്റേജിൽ കയറി അവരൊരു സ്വന്തമായ സ്റ്റെപ്പൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഭയങ്കര ഡാൻസ് കളി. നമുക്കും കാണാൻ നല്ല രസമുണ്ട്. പിള്ളേർ അടങ്ങി ഒതുങ്ങി ഇരിക്കുകയും ചെയ്യും. വളരെ നല്ലൊരു ഐഡിയ ആണ്. അപ്പം നിങ്ങൾക്കും ഇത് പരീക്ഷിക്കാവുന്നതാണ് എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ പോയാൽ. ആക്ച്വലി ഓരോ ഭാഷയും അറിയാമായിരിക്കണം കേട്ടോ. നമ്മുടെ ചില പിള്ളേരൊക്കെ ഇപ്പം എൻ്റെ മോനൊക്കെ ആണെങ്കിൽ ഇംഗ്ലീഷ് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഈ പാട്ടൊക്കെ വെച്ചാൽ ചില പാട്ടുകളൊക്കെ പുള്ളി എന്തെങ്കിലുമൊക്കെ കാണിക്കുമെന്നല്ലാതെ പിന്നെ അവരുടെ ഒരു ഗ്യാങ് ഉണ്ടല്ലോ, ഓരോ ഏജ് ഗ്രൂപ്പിൽ അവരവരുടേതായ കംഫർട്ടബിൾ സോണിലായിരിക്കും എപ്പോഴും. അപ്പം അടുത്തത് അപ്പോൾ നമ്മുടെ കുട്ടികളുടെയും മുതിർന്നവരുടെയും എല്ലാം കൂടെ അടിപൊളിയായിട്ടുള്ള ഒരു പിന്നെ ഫ്ലാഷ് മോബ് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അവസാനം കലാശക്കൊട്ടായിട്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു എല്ലാവരും നല്ല ടയേർഡായി. എന്താ പറയുക, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡംഷരാർദും അന്താക്ഷരിയും ട്രൂ ഓർ ഡെയറും അങ്ങനെ കുറച്ച് ഗെയിംസൊക്കെ കളിച്ച് കുട്ടികൾക്ക് മിഠായി വർക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ടയേർഡായി. നമ്മൾ വിഷുസദ്യ ഉണ്ടാക്കിയതിൻ്റെയും വീട് ക്ലീൻ ചെയ്യുന്നതിൻ്റെയും എല്ലാത്തിൻ്റെയും ടയേർഡ്നെസ് ഉണ്ടായിരുന്നു. പിന്നെ അത്ര വലിയ സുഖമില്ലായിരുന്നു ശാരീരികമായിട്ടൊക്കെ. അപ്പം അങ്ങനെ ഞങ്ങളുടെ ഈ വർഷത്തെ വിഷു ആഘോഷം അതിഗംഭീരമായിരുന്നു. അപ്പോൾ അടുത്ത വർഷവും നമുക്കിത് ഇതിനേക്കാളും മനോഹരമായിട്ട് ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ആഘോഷങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങളതിൻ്റെ അടിയിൽ കമൻ്റ് ഇടൂ. അപ്പം എന്താ പറയുക, വിഷുവും ഈസ്റ്ററും കൂടെ ഒരുമിച്ചായ വിഷുവും എന്താ പറയുക ദുഃഖവെള്ളിയാഴ്ചയും കൂടെ ഒരുമിച്ചായിട്ട് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ ഒന്നും വിളിക്കാൻ പറ്റിയില്ല. അപ്പം എല്ലാവരും നന്നായി വിഷുവും ഈസ്റ്ററും എല്ലാം നന്നായിട്ട് ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ വിഷുവും ഈസ്റ്ററും കൊണ്ട് കമ്പൈനായിട്ടൊരു ചെറിയൊരു ആഘോഷം നടത്തി. പിന്നെ ഫോട്ടോയൊന്നും അധികം എടുത്തില്ല. അപ്പം അതിൻ്റെ ഒരു കുഞ്ഞൊരു ക്ലിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇടുന്നുണ്ട് ഉടനെ തന്നെ. അപ്പം ഞങ്ങളുടെ വിഷുസദ്യയും വിഷുക്കണിയും ഞങ്ങളുടെ സെലിബ്രേഷൻസും എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നമ്മൾ നോട്ടിഫിക്കേഷൻ ബെൽ അടിക്കുക. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് മീ. ബൈ ബൈ.